അദ്ദേഹം തുടർച്ചയായി വിഭജനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം ഗണപതി വട്ടത്ത് നടത്തിയ റോഡ് ഷോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? ഗണപതി വട്ടത്തെ റോഡ് ഷോ നിങ്ങൾ കണ്ടു, പരിതാപകരമായ റോഡ് ഷോ നിങ്ങൾ കണ്ടു. വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എത്രത്തോളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന റോഡ് ഷോയിലെ വളരെ കുറഞ്ഞ ജനപങ്കാളിത്തം. എന്തേ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? 300-ൽ താഴെ ആളുകളാണ് പങ്കെടുത്തത്. അവിടെ പിണറായി വിജയന്റെ പോലീസ് 10-200 പേർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ റോഡ് പോലും ബ്ലോക്ക് ആവില്ലായിരുന്നു. റോഡ് ഷോ വാസ്തവത്തിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളത് ഗണപതി വട്ടത്തെ ജനങ്ങൾക്കറിയാം. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്നലെ വന്ന് നടത്തിയ പ്രസംഗം വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതായിരുന്നില്ലേ? വയനാട്ടിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതായിരുന്നില്ലേ? അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി രാജ്യത്ത് ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ഭാഷ, ഒരേ ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. സത്യത്തിൽ റീജിയണൽ ലീഡേഴ്സിനെ, പ്രാദേശിക നേതാക്കളെ അപഹസിക്കുകയും പ്രാദേശിക നേതാക്കളെ ഇല്ലായ്മ ചെയ്യുകയും പ്രാദേശിക നേതാക്കളുടെ കഴിവിനെ വില കുറച്ച് കാണുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരാ? പ്രാദേശിക നേതാക്കളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് മാത്രം അധികാരം വരണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടത് നെഹ്റു കുടുംബവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയല്ലേ? ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം നിങ്ങൾ പരിശോധിക്കൂ. ബി.ജെ.പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രാദേശിക നേതൃത്വങ്ങളുണ്ട്. അസമിൽ പോയി കഴിഞ്ഞാൽ ഹേമന്ത് വിശ്വ ശർമ്മ, കർണാടകയിൽ യെദ്യൂരപ്പ, മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നവിസ്, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ നിങ്ങൾ എണ്ണിയെടുത്തു കഴിഞ്ഞാൽ, മധ്യപ്രദേശിൽ ശിവരാജ് ചൗഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഞങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രാദേശിക നേതൃത്വമുണ്ട്, സംസ്ഥാനത്തിലുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പ്രാദേശിക നേതാക്കൾ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി? പഞ്ചാബിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇന്ന് എവിടെയാ ഉള്ളത്? എന്തുകൊണ്ടാണ് അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയത്? ശക്തനായ പ്രാദേശിക നേതാവായിരുന്നല്ലോ. എവിടെയൊക്കെ സംസ്ഥാന തലത്തിൽ നെഹ്റു കുടുംബത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ സംസ്ഥാനത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉയർന്നു വരുന്നുവോ അവരെ മുഴുവൻ പാർട്ടിയിൽ ചതച്ചരച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പണിയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ ചുമതലയിലുണ്ടായിരുന്ന കാലത്ത്, ഹൈദരാബാദിലെ പഴയ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ കാലത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വൈകി എന്നുള്ളതിന്റെ പേരിൽ ആന്ധ്രയിലെ പഴയ മുഖ്യമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അവിടെ വലിയ ഭിന്നിപ്പുണ്ടായത്. അങ്ങനെയാണ് ആന്ധ്ര ഗൗരവം എന്നുള്ള പേരിൽ NT രാമറാവു വലിയ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെയാണ് തെലുഗുദേശം ഉണ്ടാവുന്നത്. കേവലം 27 ദിവസം പ്രായമുള്ള തെലുഗുദേശം എന്ന പാർട്ടി ആന്ധ്രയിൽ കോൺഗ്രസിനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിക്കുന്നത് രാജീവ് ഗാന്ധി നടത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യക്കാർക്കെതിരായി നടത്തിയിട്ടുള്ള പരാമർശത്തെ തുടർന്നായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണേന്ത്യയിലെ ഏത് നേതാവിനെയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും വളരാൻ വിട്ടിട്ടുള്ളത്? ഇവിടെ 18 ഭാഷകൾ അറിയാവുന്ന നരസിംഹറാവു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നല്ലോ. ദക്ഷിണേന്ത്യക്കാരനായ കറുത്തവനായ നരസിംഹറാവു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ഏത് തരത്തിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബം പെരുമാറിയത്? നരസിംഹറാവു മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും AICC ആഫീസിനകത്ത് ഒന്ന് പ്രദർശിപ്പിക്കാൻ, ഒന്ന് കയറ്റാൻ അനുവദിക്കാതിരുന്ന AICC ആഫീസിന്റെ ഗേറ്റ് അടച്ചുപൂട്ടിയ നെഹ്റു കുടുംബാണോ ഇപ്പൊ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്? PV നരസിംഹറാവു എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിക്ക് അർഹിക്കുന്ന ആദരവ് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. നിങ്ങൾ PV നരസിംഹറാവുവിനെ അവഹേളിക്കാൻ ശ്രമിച്ചവരാണ്, അപമാനിക്കാൻ ശ്രമിച്ചവരാണ്. നിങ്ങൾ MG രാമചന്ദ്രനെ, MGRനെ അവഹേളിക്കാൻ ശ്രമിച്ചവരാണ്, അപമാനിക്കാൻ ശ്രമിച്ചവരാണ്. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ നേതാക്കളെയും അവഹേളിക്കാനും അപമാനിക്കാനും പുകച്ചു പുറത്തു ചാടിക്കാനും ശ്രമിച്ചവരാണ് നെഹ്റു കുടുംബം. എന്തിനേറെ കേരളത്തിൽ K കരുണാകരനോട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാണിച്ച സമീപനം എന്താണ്? രാജീവ് ഗാന്ധി മരിക്കുന്നതുവരെ നെഹ്റു കുടുംബത്തിന് വേണ്ടി പരിശ്രമം നടത്തിയിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും ജനപിന്തുണയുള്ള കോൺഗ്രസ് നേതാവായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K കരുണാകരനോട് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബം സ്വീകരിച്ച നിലപാടെന്താണ്? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം.
ദക്ഷിണേന്ത്യക്കാരോട്, മലയാളം സംസാരിക്കുന്നവരോട്, തമിഴ് സംസാരിക്കുന്നവരോട്, തെലുങ്ക് സംസാരിക്കുന്നവരോട്, കന്നഡ സംസാരിക്കുന്നവരോട് രാഹുൽ ഗാന്ധിയുടെ കുടുംബം എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് അവരെ എല്ലാം രണ്ടാം കിടക്കാരായി കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് ഉപ്പുവച്ച കലം പോലെയായത്. എല്ലാ സംസ്ഥാനങ്ങളിലും പരാജയപ്പെടേണ്ടി വന്നത്, എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ആ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായത് നെഹ്റു കുടുംബം അതാത് സംസ്ഥാന നേതൃത്വങ്ങളെ ദുർബലപ്പെടുത്തിയത് കൊണ്ടാണ്. ഇതെല്ലാം കോൺഗ്രസ് വിട്ടുവന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല.